ദൈവനാമത്തിന് മഹത്വം. ഉപദ്രവകാലത്തെക്കുറിച്ചുള്ള അല്ലെങ്കിൽ മഹാപീഡനത്തെക്കുറിച്ചുള്ള യേശുക്രിസ്തുവിൻ്റെ അധ്യാപനങ്ങളാണ് നാം ഇനി തുടർന്ന് പരിശോധിക്കാനായിട്ട് പോകുന്നത്. മഹാപീഡനത്തെക്കുറിച്ചാണ് ഈ ദിവസങ്ങളിൽ നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളെക്കുറിച്ച് നമ്മൾ പരിശോധിക്കുകയുണ്ടായി. ഇനി ഉപദ്രവകാലത്തെ സംബന്ധിച്ച് അല്ലെങ്കിൽ മഹാപീഡനത്തെ സംബന്ധിച്ച് യേശുക്രിസ്തുവിൻ്റെ അധ്യാപനങ്ങൾ, യേശുക്രിസ്തു എന്തൊക്കെയാണ് ഇതിനെക്കുറിച്ച് പഠിപ്പിച്ചിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കുവാനായിട്ട് ശ്രമിക്കുകയാണ്. മഹാപീഡനത്തെക്കുറിച്ച് കർത്താവ് വിശദമായി പറഞ്ഞ ഒരധ്യായമാണ് മത്തായി സുവിശേഷം 24-ാമത്തെ അധ്യായം, ഒലിവുമല പ്രഭാഷണം എന്നറിയപ്പെടുന്ന 24-25 അധ്യായങ്ങളിൽ ഈ 24-ാം അധ്യായം നമ്മൾ പഠിച്ചാൽ പീഡനകാലത്തെക്കുറിച്ചും മഹോപദ്രവത്തെക്കുറിച്ച് വളരെ വിശദമായിട്ടുള്ള ഒരു പ്രവചനം നമുക്ക് കാണാനായിട്ട് സാധിക്കും. മോശ ഇസ്രായേൽ ജനത്തോട് പറയുന്നുണ്ട്, ഒരു പ്രവാചകൻ, മോശയോട് ദൈവം പറയുന്നത്, നിന്നെപ്പോലെ ഒരു പ്രവാചകനെ ഞാൻ അവരുടെ സഹോദരന്മാരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽപ്പിച്ചു കൊടുക്കും. അപ്പോൾ ആ പ്രവാചകനാണ് യേശുക്രിസ്തു. യേശുക്രിസ്തു ഇസ്രായേലിൻ്റെ ഭാവിയെ സംബന്ധിച്ച് കൂടുതൽ വ്യക്തതയും ദൂരവ്യാപകവുമായ പ്രവചനങ്ങൾ നടത്തുന്ന ഒരു രംഗമാണ് മത്തായി 24-ാം അധ്യായം, ഒലിവുമല പ്രഭാഷണം എന്ന് പറയുന്നതിൻ്റെ ആ പശ്ചാത്തലം അതാണ്. നമുക്ക് അപ്പോൾ ആ 24-ാം അധ്യായത്തിൽ മഹാപീഡനത്തെക്കുറിച്ച് കർത്താവ് വിശദമായി പറഞ്ഞ 24-ാം അധ്യായത്തിലെ ചില ഭാഗങ്ങൾ അല്പം സൂക്ഷ്മമായിട്ട് പരിശോധിക്കുവാൻ ആവശ്യമായിട്ടുണ്ട്. ഞാൻ അതിൻ്റെ 3-ാമത്തെ വാക്യം, മത്തായി 24-3 ആദ്യം വായിക്കുന്നു. അവൻ ഒലിവുമലയിൽ ഇരിക്കുമ്പോൾ ശിഷ്യന്മാർ തനിച്ച് അവൻ്റെ അടുക്കൽ വന്ന്, അത് എപ്പോൾ സംഭവിക്കുമെന്നും നിൻ്റെ വരവിനും ലോകാവസാനത്തിനും അടയാളം എന്ത് എന്നും പറഞ്ഞു തരണമെന്ന് അപേക്ഷിച്ചു. കർത്താവ് ഒലിവുമലയിൽ ഇരിക്കുന്ന സമയത്ത് ശിഷ്യന്മാർ തനിച്ച് അവൻ്റെ അടുക്കിലേക്ക് വന്ന് കർത്താവിനോട് ചോദിക്കുകയാണ്, കർത്താവേ, അത് എപ്പോൾ സംഭവിക്കും, നിൻ്റെ വരവിനും ലോകാവസാനത്തിനും അടയാളം എന്ത് എന്ന് ഞങ്ങൾക്ക് പറഞ്ഞു തരയണം. ഈ ശിഷ്യന്മാർ ആരൊക്കെയാണെന്നുള്ളത് രേഖപ്പെടുത്തിയിരിക്കുന്ന മർക്കോസാണ്. മർക്കോസിൻ്റെ സുവിശേഷം 13-ാം അധ്യായം അതിൻ്റെ 3-4 വാക്യങ്ങൾ വായിച്ചാൽ, പിന്നെ അവൻ ഒലിവുമലയിൽ ദൈവാലയത്തിന് നേരെ ഇരിക്കുമ്പോൾ പത്രോസും യാക്കോബും യോഹന്നാനും അന്ത്രയാസും സ്വകാര്യമായി അവനോട്, അത് എപ്പോൾ സംഭവിക്കും, അതിനെല്ലാം നിവൃത്തി വരുന്ന കാലത്തിൻ്റെ ലക്ഷണം എന്ത് എന്ന് ഞങ്ങളോട് പറഞ്ഞാലും എന്ന് ചോദിച്ചു. അപ്പം 4 പേരാണ്, പത്രോസും യാക്കോബും യോഹന്നാനും അന്ത്രയാസും, ഈ 4 പേരാണ് തനിച്ച് കർത്താവിൻ്റെ അടുക്കിലേക്ക് വന്നിട്ട്, കർത്താവേ, അതെപ്പോൾ സംഭവിക്കും, നിൻ്റെ വരവിനും ലോകാവസാനത്തിനും അടയാളം എന്ത് എന്ന് ഞങ്ങൾക്ക് പറഞ്ഞു തരണം എന്ന് അപേക്ഷിച്ചത്. ഇവിടെ 2 ചോദ്യങ്ങളാണ് ഈ 4 പേര് കർത്താവിനോട് ചോദിക്കുന്നത്. ഒന്ന്, അത് എപ്പോൾ സംഭവിക്കും. 2, നിൻ്റെ വരവിനും ലോകാവസാനത്തിനും അടയാളം എന്ത് എന്ന് ഞങ്ങൾക്ക് പറഞ്ഞു തരണം. അതിൻ്റെ അടയാളം എന്താണ്? നമ്മൾ ഈ ചോദ്യങ്ങളുടെ ഉത്തരങ്ങളിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് ഈ ചോദ്യങ്ങൾക്കൊരു കോണ്ടെക്സ്റ്റ് ഉണ്ട്, ഒരു പശ്ചാത്തലമുണ്ട്. ആ പശ്ചാത്തലം ഒന്ന് അറിഞ്ഞിരിക്കുന്നത് വളരെ നന്നായിരിക്കും. മത്തായി സുവിശേഷം 24-ാം അധ്യായത്തിലെ വാക്യങ്ങളാണ് നമ്മൾ വായിച്ചത്. മത്തായി സുവിശേഷം 21-ാം അധ്യായം മുതൽ 28-ാം അധ്യായം വരെയുള്ള സംഭവങ്ങൾ 6 ദിവസത്തെ സംഭവങ്ങളാണ്. മത്തായി 21 മുതൽ 28 വരെയുള്ള അധ്യായങ്ങളിലെ സംഭവങ്ങൾ 6 ദിവസത്തെ സംഭവങ്ങളാണ്. അപ്പോൾ അത് മനസ്സിൽ പിടിച്ചുകൊണ്ട് വേണം നമ്മൾ ഈ കാര്യങ്ങൾ ഒന്ന് പരിശോധിക്കാനായിട്ട്. 21-ാം അധ്യായത്തിൽ ഇതിൻ്റെ കോണ്ടെക്സ്റ്റ് ആരംഭിക്കുന്ന 21-ാം അധ്യായത്തിലാണ്. 21-ാം അധ്യായത്തിലേക്ക് വരാം. 21-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം ഇങ്ങനെയാണ്: അനന്തരം അവർ യെരൂശലേമിനോട് സമീപിച്ചു. അങ്ങനെയാണ് 21-ാം അധ്യായം ആരംഭിക്കുന്നത്. ഈ പ്രയോഗത്തിന്, ഈ പ്രസ്താവനയ്ക്ക് ഒരാശയമുണ്ട്, ഒരു പ്രത്യേക അർത്ഥമുണ്ട്. അനന്തരം അവർ യെരൂശലേമിനോട് സമീപിച്ചു എന്ന് പറഞ്ഞാൽ, ഈ സമയത്ത് ദൈവരാജ്യം ക്ഷണത്തിൽ വെളിപ്പെടും. കർത്താവിൻ്റെ യെരൂശലേം പ്രവേശനത്തോടുകൂടെ ദൈവരാജ്യം വെളിപ്പെടും എന്ന ചിന്തയിലാണ് ശിഷ്യന്മാരെല്ലാവരും. ലൂക്കോസിൻ്റെ സുവിശേഷം 19-ാം അധ്യായം 11-ാമത്തെ വാക്യം വായിച്ചാൽ, അവർ ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അവർ യെരൂശലേമിനെ സമീപിച്ചിരിക്കയാലും ദൈവരാജ്യം ക്ഷണത്തിൽ വെളിപ്പെടുമെന്ന് അവർക്ക് തോന്നുകയാലും അവൻ ഒരു ഉപമയും കൂടെ അവരോട് പറഞ്ഞത്. അപ്പോൾ യെരൂശലേമിനെ സമീപിക്കും തോറും
ദൈവരാജ്യം വെളിപ്പെടുവാനായിട്ട് പോകുന്നു എന്ന ചിന്തയിലാണ് ശിഷ്യന്മാരെല്ലാവരും ആയിരിക്കുന്നത്. അങ്ങനെ കർത്താവ് യെരൂശലേമിനോട് സമീപിക്കുകയും അതിനെ തുടർന്ന് ആ 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിച്ചാൽ യെരൂശലേമിലേക്ക് ഒരു രാജകീയ പ്രവേശനം നടത്തുകയും ചെയ്യുകയാണ്. രാജകീയ പ്രവേശനം യെരൂശലേമിലേക്ക് നടത്തുകയാണ്. ഇസ്രായേലിന് അവരുടെ രാജാവായി തന്നെത്താൻ വെളിപ്പെടുത്തിക്കൊണ്ട് രാജകീയമായിട്ട് യെരൂശലേമിലേക്ക് പ്രവേശിക്കുകയാണ്. അതിൻ്റെ 4-5 വാക്യങ്ങളിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മത്തായി 21:4-5 വാക്യങ്ങൾ. സിയോൻ പുത്രിയോട്, ഇതാ നിൻ്റെ രാജാവ് സൗമ്യനായി കഴുതപ്പുറത്തും വാഹനമൃഗത്തിൻ്റെ കുട്ടിയുടെ പുറത്തും കയറി എൻ്റെ അടുക്കൽ വരുന്നു എന്ന് പറയുവിൻ എന്നിങ്ങനെ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തതിന് നിവൃത്തി വരുവാൻ ഇത് സംഭവിച്ചു. സിയോൻ പുത്രിയോട്, യെരൂശലേമിനോട്, ഇതാ നിൻ്റെ രാജാവ് സൗമ്യനായി കഴുതപ്പുറത്തും വാഹനമൃഗത്തിൻ്റെ കുട്ടിയുടെ പുറത്തും കയറി എൻ്റെ അടുക്കൽ വരുന്നു എന്ന് പറയുവിൻ. സക്കറിയാ പ്രവചനമാണ് അവിടെ നിവൃത്തിയാകുന്നത്. സക്കറിയാ പ്രവചനം 9-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യം ഇങ്ങനെയാണ്: സിയോൻ പുത്രിയെ ഉച്ചത്തിൽ ഘോഷിച്ചാനന്ദിക്കുക, യെരൂശലേം പുത്രിയെ ആർപ്പിടുക, ഇതാ നിൻ്റെ രാജാവ് നിൻ്റെ അടുക്കൽ വരുന്നു, അവൻ നീതിമാനും ജയശാലിയും താഴ്മയുള്ളവനുമായി കഴുതപ്പുറത്തും പെൺകഴുതയുടെ കുട്ടിയായ ചെറുകഴുതപ്പുറത്തും കയറി വരുന്നു. ഇവിടെ മത്തായി 2 വാക്കുകൾ വിട്ടുകളയുന്നുണ്ട്. സക്കറിയാവ് പറയുന്നത് അവൻ നീതിമാനും ജയശാലിയും താഴ്മയുള്ളവനുമായി കഴുതപ്പുറത്ത് പെൺകഴുതയുടെ കുട്ടിയായ ചെറു കഴുതപ്പുറത്ത് കയറി വരുന്നു എന്നാണ്. ഈ നീതിമാനും ജയശാലിയും എന്നുള്ള ആ 2 വാക്ക് മത്തായി വിട്ടുകളഞ്ഞതിൻ്റെ കാരണം അത് ഇസ്രായേലിൻ്റെ ദേശീയ വിടുതലിനെ കാണിക്കുന്ന ഒരു പ്രയോഗമാണ്. ഈ പ്രവേശനത്തിങ്കൽ ദേശീയ വിടുതൽ ആയില്ല എന്നുള്ളത് കൊണ്ടാണ് നീതിമാനും ജയശാലിയും എന്നുള്ള വാക്ക് മത്തായി വിട്ടുകളഞ്ഞത്. മാത്രമല്ല, ഈ ഇസ്രായേൽ ജനം മശിഹായെ അപ്പോൾ തള്ളിയത് കൊണ്ട് ഈ നീതിമാനും ജയശാലിയും എന്നുള്ളതായിരിക്കുന്ന ആ വാക്കുകളുടെ നിവൃത്തി അപ്പോൾ സംഭവിക്കുന്നില്ല. അത് ഭാവിയിൽ സംഭവിക്കാൻ പോകുന്നൊരു കാര്യമാണ്. മറ്റൊരു കാര്യം കൂടെ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഈ ദിവസത്തിൻ്റെ യെരൂശലേമിലേക്കുള്ള ഈ രാജകീയ പ്രവേശനത്തിൻ്റെ പ്രാവചനികമായിരിക്കുന്ന മറ്റൊരു പ്രാധാന്യം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചിന്തിച്ച ആ 69 ആഴ്ചവട്ടങ്ങൾ അന്ന് പൂർത്തീകരിക്കപ്പെടുകയാണ്. BC 445 നിസാൻ മാസം 1-ാം തീയതി എണ്ണി തുടങ്ങിയ ആ 490 വർഷങ്ങൾ, അല്ലെങ്കിൽ ആ 70 ആഴ്ചവട്ടങ്ങളിലെ ആദ്യത്തെ 69 ആഴ്ചവട്ടങ്ങൾ അന്ന് ഈ പ്രവേശനത്തിങ്കിൽ അന്ന് നിവൃത്തിയാവുകയാണ്. 10-ാമത്തെ വാക്യം നമ്മളിങ്ങനെ വായിക്കുന്നു: അവൻ യെരൂശലേമിൽ കടന്നപ്പോൾ നഗരം മുഴുവനും ഇളകി. ഇനി അങ്ങനെ യെരൂശലേമിലേക്ക് പ്രവേശിച്ച കർത്താവ്, നിൻ്റെ വരവിനും ലോകാവസാനത്തിനും അടയാളം എന്ത് എന്ന ആ ചോദ്യം ചോദിക്കാനുള്ള പശ്ചാത്തലമാണ് നമ്മൾ ചിന്തിക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ ദൈവാലയത്തിലേക്ക്, ഈ യെരൂശലേമിലേക്ക് പ്രവേശിച്ചു, നഗരം മുഴുവൻ ഇളകി. അടുത്തത് കർത്താവ് ചെയ്യുന്നത് മത്തായി 21:12 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ പരിശോധിച്ചാൽ, യെരൂശലേമിലേക്ക് പ്രവേശിച്ച കർത്താവ് ആദ്യം ചെയ്തത് ദൈവാലയത്തെ ശുദ്ധീകരിക്കുകയാണ്. അത് 12 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിൽ ആ ദൈവാലയ ശുദ്ധീകരണമാണ് രേഖപ്പെടുത്തിയത്. അതിനുശേഷം അടുത്ത സംഭവം അവിടെ നടക്കുന്നത് അതിൻ്റെ 17 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ, മത്തായി 21:17 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ, ഇസ്രായേൽ ജാതി മശിഹായെ തള്ളിക്കളയുന്നതിൻ്റെ അടയാളമായിട്ട് കർത്താവ് അത്തിയെ ശപിക്കുന്ന രംഗമാണ് നമ്മൾ കാണുന്നത്. 21-ാം അധ്യായത്തിൻ്റെ 17 മുതൽ 22 വരെയുള്ള വാക്യങ്ങളിൽ മശിഹായെ തള്ളിയ ഇസ്രായേലിനെയാണ് ആ അത്തി പ്രതിനിധീകരിക്കുന്നത്. ഫലം പ്രതീക്ഷിച്ച അത്തി ഫലം നൽകിയില്ല. അപ്പോൾ അതിൻ്റെ ഒരു പ്രതിഫലമായിട്ട്, അല്ലെങ്കിൽ അതിൻ്റെ പ്രതിഫലനമായിട്ടാണ്, അല്ലെങ്കിൽ ആ നിലയിൽ അതിൻ്റെ പ്രതിരൂപമായിട്ടാണ് അവിടെ അത്തിയെ കർത്താവ് ശപിക്കുന്നത്. ഇനി അതിൻ്റെ 18-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. മത്തായി 21:18 ഞാനൊന്ന് വായിക്കാം. രാവിലെ അവൻ നഗരത്തിലേക്ക് മടങ്ങിപ്പോകുന്ന സമയം വിശന്നിട്ട് വഴിയരികെ ഒരു അത്തിവൃക്ഷം കണ്ടു. അടുക്ക ചെന്നു, അതിൽ ഇലയല്ലാതെ ഒന്നും കാണായകയാൽ ഇനി നിന്നിൽ ഒരു നാളും ഫലമുണ്ടാകാതെ പോകട്ടെ എന്ന് അതിനോട് പറഞ്ഞു. ഞാൻ ഓർപ്പിച്ചല്ലോ, മശിഹായെ തള്ളിയ ഇസ്രായേൽ ജനത്തെയാണ് ഈ അത്തി പ്രതിനിധീകരിക്കുന്നത്. അപ്പോൾ ഇവിടെ കർത്താവ് പറയുകയാണ്,
രാവിലെ അവൻ നഗരത്തിലേക്ക് മടങ്ങിപ്പോകുന്ന സമയം വിശന്നിട്ട് വഴിയരികെ ഒരു അത്തിവൃക്ഷം കണ്ടു, അടുക്ക ചെന്നു, അതിൽ ഇലയല്ലാതെ ഒന്നും കാണായികയാൽ ഇനി നിന്നിൽ ഒരു നാളും ഫലമുണ്ടാകാതെ പോകട്ടെ എന്ന് അതിനോട് പറയുകയാണ്. അത്തിയെ അങ്ങനെ കർത്താവ് ശപിക്കുകയാണ്. മർക്കോസ് അത് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ്. മർക്കോസ് 11:13 അതിനരികെ എത്തിയപ്പോൾ ഇലയല്ലാതെ ഒന്നും കണ്ടില്ല, അത് അത്തിപ്പഴത്തിൻ്റെ കാലം അല്ലായിരുന്നു എന്നും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് പലപ്പോഴും ഈ ഒരു രേഖ, ഈ ഒരു പ്രയോഗം, ഈ ഒരു വിശദീകരണം പലപ്പോഴും ആശയക്കുഴപ്പം പലർക്കും ഉണ്ടാക്കിയിട്ടുണ്ട്. അത്തിപ്പഴത്തിൻ്റെ കാലമല്ലാതിരുന്നിട്ടും എന്തുകൊണ്ട് കർത്താവ് ഫലം പ്രതീക്ഷിച്ച് ചെന്നു? എന്നിട്ട് കർത്താവ് എന്തുകൊണ്ട് അതിനെ ശപിച്ചു? ഇത് പലപ്പോഴും പലരുടെയും മനസ്സിൽ ഉയരുന്ന ഒരു ചോദ്യമാണ്. അതിൻ്റെ മറുപടി കൂടെ ഇതോട് ചേർത്ത് പറയുവാനായിട്ട് ആവശ്യമുണ്ട്. ഈ അത്തി മരത്തിൻ്റെ പ്രത്യേകത, അത്തിപ്പഴത്തിൻ്റെ കാലമാകുന്നതിന് മുൻപ് തന്നെ അത് കായ്ക്കും, അതിനു മുമ്പ് തന്നെ അത് ഫലം പുറപ്പെടുവിക്കും. അതിനെ തലക്കനി അല്ലെങ്കിൽ തലപ്പഴം എന്നാണ് പ്രവാചക പുസ്തകങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അത് കൂടുതൽ സ്വാദിഷ്ടമായിരിക്കുന്ന പഴമാണ്. അതായത് അത്തിവൃക്ഷത്തിൻ്റെ കാലമാകുന്നതിന് മുൻപ്, അത്തിഫലം ഉത്ഭവിക്കുന്നതിന് മുൻപ് അതിലാദ്യം ഉണ്ടാകുന്ന ഏർലിയസ്റ്റ് ഫ്രൂട്ട് എന്ന് പറയും തലക്കനി അല്ലെങ്കിൽ തലപ്പഴം. ഞാൻ 1-2 വാക്യങ്ങളൊന്ന് വായിച്ച് കേൾപ്പിക്കാം. ഹോശേയ പ്രവചനം 9-ാം അധ്യായം 10-ാമത്തെ വാക്യം ഇങ്ങനെയാണ്: അത്തിവൃക്ഷത്തിൽ ആദ്യമുണ്ടായ തലക്കനി പോലെ ഞാൻ നിങ്ങളുടെ പിതാക്കന്മാരെ കണ്ടു. ഇസ്രായേലിനോട് പറയുകയാണ്, അത്തിവൃക്ഷത്തിൽ ആദ്യമുണ്ടായ തലക്കനി പോലെ ഞാൻ നിങ്ങളുടെ പിതാക്കന്മാരെ കണ്ടു. ഇരമ്യാവ് 24:2 ഒരു കൊട്ടയിൽ തലപ്പഴം പോലെ എത്രയും നല്ല അത്തിപ്പഴവും മറ്റേ കൊട്ടയിൽ എത്രയും ആകാത്തതും ആയിരിക്കുന്ന, തിന്മാൻ പാടില്ലാത്തവണ്ണം ചീത്തയായിരിക്കുന്ന അത്തിപ്പഴവും ഞാൻ കണ്ടു. ഇതാണ് ഇരമ്യാവ് 24:2 വായിക്കുന്നത്. മീഖയുടെ പ്രവചനം 7-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിലും ഞാൻ കൊതിക്കുന്ന അത്തിയുടെ തലപ്പഴം. അപ്പോൾ തലപ്പഴം, തലക്കനി എന്നൊക്കെ പരിഭാഷപ്പെടുത്തിയിട്ടുള്ളത് ഈ അത്തിപ്പഴത്തിൻ്റെ കാലമാകുന്നതിന് മുൻപ് തന്നെ, അത്തിവൃക്ഷം ഫലം കായ്ക്കുന്നതിന് മുൻപ് തന്നെ അതിലാദ്യമുണ്ടാകുന്ന ഏറ്റവും സ്വാദിഷ്ടമായിരിക്കുന്ന ഫലമാണ് തലക്കനി അല്ലെങ്കിൽ തലപ്പഴം. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഒരു വർഷത്തെ വിളവ് മോശമായാൽ അടുത്ത വർഷം അതിൽ തലക്കനി ഉണ്ടാകുകയില്ല. ഒരു വർഷം തലക്കനി ഉണ്ടായില്ലെങ്കിൽ അടുത്ത വർഷവും ആ വിളവ് മോശമാകും. അപ്പോൾ തലക്കനി കണ്ടാൽ 2 കാര്യങ്ങൾ മനസ്സിലാക്കാം. തലക്കനി ഉണ്ടെങ്കിൽ 2 കാര്യങ്ങൾ മനസ്സിലാക്കാം. കഴിഞ്ഞ വർഷം അതിൽ നല്ല വിളവ് കിട്ടി, അടുത്ത വർഷവും അല്ലെങ്കിൽ ഈ വർഷവും നല്ല വിളവ് അതിൽ ഉണ്ടാകും. അപ്പോൾ അത്തിപ്പഴത്തിൻ്റെ കാലമല്ലാതിരുന്നിട്ടും യേശുക്രിസ്തു അതിൻ്റെ അരികിലേക്ക് ചെന്നത് ഈ തലക്കനി അന്വേഷിച്ചാണ്, തലപ്പഴം അന്വേഷിച്ചാണ്. അപ്പോൾ തലക്കനി കാണാതിരുന്നത് കൊണ്ട് ഒരു കാര്യം കർത്താവിന് മനസ്സിലായി, കഴിഞ്ഞ വർഷവും ഇതിൽ വിളവുണ്ടായിട്ടില്ല, ഇനി ഈ വർഷവും ഇതിൽ വിളവുണ്ടാകില്ല. അതുകൊണ്ട് കർത്താവ് ശപിച്ചു, ഇനി ഒരു നാൾ നിന്നിൽ ഫലം ഉണ്ടാകാതെ പോകട്ടെ. ഈ അത്തിയാണ് ഇസ്രായേലിനെ പ്രതിനിധീകരിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞത്. അപ്പോൾ അങ്ങനെ അത്തിവൃക്ഷത്തെ കർത്താവ് ശപിക്കുന്നു. അതിന് ശേഷം ഉള്ള രംഗങ്ങൾ അതിൻ്റെ 21-ാം അധ്യായത്തിൻ്റെ 23 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിച്ചാൽ 21-ൻ്റെ 23 മുതൽ 22-ാം അധ്യായത്തിൻ്റെ 14 വരെയുള്ള ഭാഗങ്ങളിലേക്ക് വരുമ്പോൾ മഹാപുരോഹിതന്മാരും ജനത്തിൻ്റെ മൂപ്പന്മാരും മശിഹായെ തള്ളുന്ന രംഗമാണ്. പിന്നീട് ഇസ്രായേലിൻ്റെ നേതൃത്വം മുഴുവൻ കർത്താവിനെ തള്ളുന്ന രംഗമാണ് തുടർന്ന് നാം കാണുന്നത്. അപ്പോൾ 21-ാം അധ്യായത്തിൻ്റെ 23 മുതൽ 22-ാം അധ്യായത്തിൻ്റെ 14 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ സൂക്ഷ്മമായിട്ട് പരിശോധിച്ചാൽ മഹാപുരോഹിതന്മാരും ജനത്തിൻ്റെ മൂപ്പന്മാരും മശിഹായെ തള്ളുന്നു. വീണ്ടും 22-ാം അധ്യായത്തിൻ്റെ 15 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ, 22-ൻ്റെ 15 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ പരിശോധിച്ചാൽ പരീശന്മാരും ഹേരോദ്യരും മശിഹായെ തള്ളുന്ന രംഗമാണ്. അതിനുശേഷം സദൂക്യർ മശിഹായെ തള്ളുന്നു. 22-ാം അധ്യായത്തിൻ്റെ 23 മുതൽ 33 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ സദൂക്യർ മശിഹായെ തള്ളുകയാണ്. വീണ്ടും 22-ാം അധ്യായത്തിൻ്റെ 34 മുതൽ 46 വരെ, 22-ാം അധ്യായം അവസാനിക്കുന്ന വാക്യം വരെ 34 മുതൽ 46 വരെ വീണ്ടും പരീശന്മാർ മശിഹായെ തള്ളിക്കളയുകയാണ്. അപ്പോൾ അങ്ങനെ ഇസ്രായേലിൻ്റെ നേതൃത്വം, അതായത് മഹാപുരോഹിതന്മാർ, ജനത്തിൻ്റെ മൂപ്പന്മാർ, പരീശന്മാർ, ഹേരോദ്യർ, ശാസ്ത്രിമാർ, ഇങ്ങനെയുള്ളതായിരിക്കുന്ന ഈ മുഴുവൻ മത നേതൃത്വവും ഈ മശിഹായെ തള്ളിക്കളഞ്ഞപ്പോൾ 23-ാം അധ്യായത്തിൽ, അതായത് കർത്താവിനോട് ശിഷ്യന്മാർ ചോദ്യം ചോദിച്ച ആ 24-ാം അധ്യായത്തിന് തൊട്ട് പിറകിലുള്ള 23-ാം അധ്യായത്തിൽ ഇസ്രായേലിനെ കർത്താവ് തള്ളിക്കളയുകയാണ്, ഇസ്രായേലിനെ കർത്താവ് ശപിക്കുകയാണ്. അത് 23-ാം അധ്യായത്തിൻ്റെ അവസാനത്തെ 3 വാക്യങ്ങൾ വായിച്ചാൽ വ്യക്തമാകും. 37 മുതൽ 39 വരെയുള്ള വാക്യങ്ങൾ: യെരൂശലേമേ യെരൂശലേമേ,
പ്രവാചകന്മാരെ കൊല്ലുകയും നിൻ്റെ അടുക്കൽ അയച്ചിരിക്കുന്നവരെ കല്ലെറുകയും ചെയ്യുന്നവളെ, കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചിറകിൻ്റെ കീഴിൽ ചേർക്കും പോലെ നിങ്ങളുടെ മക്കളെ എത്ര വട്ടം ചേർത്തുകൊള്ളുവാൻ എത്ര വട്ടം എനിക്ക് മനസ്സായിരുന്നു, നിങ്ങൾക്കോ മനസ്സായില്ല. നിങ്ങളുടെ ഭവനം ശൂന്യമായി തീരും. കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹിക്കപ്പെട്ടവൻ നിങ്ങൾ പറയുവോളം നിങ്ങൾ ഇനി എന്നെ കാണുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അപ്പോൾ ഈ മത നേതൃത്വം, ഇസ്രായേൽ നേതൃത്വത്തിൻ്റെ അല്ലെങ്കിൽ ജാതി എന്ന നിലയിൽ ഈ റിജക്ഷൻ സമ്പൂർണ്ണമായി കഴിഞ്ഞപ്പോൾ സക്കരിയ പ്രവാചകൻ്റെ പ്രവചനത്തിൻ്റെ നിവൃത്തി സംഭവിച്ചുകൊണ്ട്, അല്ലെങ്കിൽ 69 ആഴ്ചവട്ടങ്ങൾ പൂർത്തീകരിച്ചുകൊണ്ട് കർത്താവ് യെരുശലേമിലേക്ക് പ്രവേശിച്ചപ്പോൾ ഒരു ജാതി എന്ന നിലയിൽ ആ നേതൃത്വം മുഴുവൻ മശിഹായെ തള്ളിക്കളയണം. തുടർന്ന് 24-ാം അധ്യായത്തിന് 1-ാം വാക്യം, യേശു ദൈവാലയം വിട്ടു പോവുകയാണ്. ഈ റിജക്ഷൻ പൂർത്തീകരിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മൾ വായിക്കുന്നത് 24-1 യേശു ദൈവാലയം വിട്ട് പോകുമ്പോൾ, അപ്പോൾ ഇസ്രായേലിൻ്റെ മഹത്വം ഇതാ ദൈവാലയം വിട്ടു പോവുകയാണ്. ഈ തള്ളിക്കളയൽ പൂർണ്ണമാക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ യേശു ദൈവാലയം വിട്ടു പോയി എന്ന് നമ്മൾ വായിക്കുന്നു. ഇസ്രായേലിൻ്റെ മഹത്വമായവൻ ദൈവാലയത്തെ വിട്ടു പോവുകയാണ്. ശിമ്യോൻ്റെ വാക്കുകൾ, യേശുക്രിസ്തുവിൻ്റെ ജനനത്തിങ്കൽ ശിമ്യോൻ പറഞ്ഞൊരു വാക്കുണ്ട്, ലൂക്കോസ് 2:30, ജാതികൾക്ക് വെളിപ്പെടുവാനുള്ള പ്രകാശവും നിൻ്റെ ജനമായ ഇസ്രായേലിൻ്റെ മഹത്വവും. അപ്പോൾ ഇസ്രായേലിൻ്റെ യേശുക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞ നിൻ്റെ ജനമായ ഇസ്രായേലിൻ്റെ മഹത്വം, ഇസ്രായേലിൻ്റെ മഹത്വമായവൻ ഇതാ ദൈവാലയം വിട്ടു പോവുകയാണ്. ഈ മഹത്വം ദൈവാലയത്തെ വിട്ടുപോയാൽ ഉടനെ ആ ദൈവാലയം തകർക്കപ്പെടും. നമ്മൾ BC 586 ബാബിലോൺ ആക്രമണത്താൽ, നെബൂഖദ്നേസറിൻ്റെ ആക്രമണത്താൽ ഈ ദൈവാലയം നശിപ്പിക്കപ്പെടുന്നതിന് തൊട്ട് മുൻപ് യഹോവയുടെ മഹത്വം ദൈവാലയം വിട്ട് പോയി ഒലിവുമലയിലേക്ക് പോയി അവിടെ ഒലിവുമലയിൽ പോയി നിൽക്കുന്നത് പ്രവാചകൻ കാണുന്നുണ്ട്. എസെക്കിയേൽ പ്രവചനം 11-ാം അധ്യായത്തിൻ്റെ 23-24 വാക്യങ്ങൾ വായിച്ചാൽ യഹോവയുടെ മഹത്വം നഗരത്തിൻ്റെ നടുവിൽ നിന്ന് മേലോട്ട് പൊങ്ങി നഗരത്തിന് കിഴക്ക് വശത്തുള്ള പർവ്വതത്തിന്മേൽ നിന്ന്, അതായത് ഒലിവ് മലയിൽ പോയി നിൽക്കുകയാണ്. യഹോവയുടെ മഹത്വം നഗരം വിട്ട് കിദ്രോൻ താഴ്വരയ്ക്ക് മുകളിലൂടെ സഞ്ചരിച്ച് ഒലിവ് മലയിൽ ചെന്ന് നിൽക്കുകയാണ്. ഇത് തന്നെയാണ് കർത്താവും പറയുന്നത്. നിങ്ങളുടെ ഭവനം ശൂന്യമായി തീരും എന്ന് പ്രവചിച്ചുകൊണ്ട് യേശു ദൈവാലയം വിട്ടുപോവുകയാണ്. വിട്ടുപോയിട്ട് ആ പോകുന്ന പോക്കിലാണ് 2-ാമത്തെ വാക്യത്തിൽ അവൻ അവരോട്, ഇതെല്ലാം കാണുന്നില്ലയോ? ഇടിഞ്ഞു പോകാതെ കല്ലിന്മേൽ കല്ല് ഇവിടെ ശേഷിക്കുകയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. ദേവാലയ നാശത്തെക്കുറിച്ച് കർത്താവ് പറഞ്ഞു. ഈ മഹത്വം വിട്ടുപോയാൽ പിന്നെ ദേവാലയം നശിപ്പിക്കണം. അതാണ് പിന്നെ AD 70 നമ്മൾ കാണുന്നത്, യെരുശലേം ദേവാലയം സമ്പൂർണ്ണമായിട്ട് നശിപ്പിക്കപ്പെടുകയാണ്. അപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിലാണ് ശിഷ്യന്മാരുടെ ഈ ചോദ്യം. കർത്താവ് പറഞ്ഞത് എങ്ങനെയാണ്? കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹിക്കപ്പെട്ടവനെന്ന് നിങ്ങൾ പറയുവോളം നിങ്ങൾ ഇനി എന്നെ കാണുകയില്ല. 23:39 പറഞ്ഞു, കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹിക്കപ്പെട്ടവനെന്ന് നിങ്ങൾ പറയുവോളം നിങ്ങൾ ഇനി എന്നെ കാണുകയില്ല. ഒരു കാര്യം. ഇനി രണ്ടാമത് പറഞ്ഞു, ഇടിഞ്ഞു പോകാതെ കല്ലിന്മേൽ കല്ല് ഇവിടെ ശേഷിക്കുകയില്ല. ഒരു കല്ലിന്മേൽ മറ്റൊരു കല്ല് ശേഷിക്കാതെ നിലം പരിചായി പോകുമെന്നാണ് കർത്താവ് പറയുന്നത്. അപ്പോഴാണ് ശിഷ്യന്മാർ ചോദിക്കുന്നത്, കർത്താവെ അത് എപ്പോൾ സംഭവിക്കും? അത് എപ്പോൾ സംഭവിക്കും? അതായത് യെരുശലേം ദേവാലയ നാശം അത് എപ്പോൾ സംഭവിക്കും? നിൻ്റെ വരവിനും ലോകാവസാനത്തിനും അടയാളം എന്ത്? അപ്പോൾ കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹിക്കപ്പെട്ടവൻ എന്ന് നിങ്ങൾ പറയുവോളം നിങ്ങൾ ഇനി എന്നെ കാണുകയില്ല എന്ന് പറഞ്ഞതിൻ്റെ വെളിച്ചത്തിലാണ് നിൻ്റെ വരവിനും ലോകാവസാനത്തിനും അടയാളം എന്ത് എന്ന് പറഞ്ഞത്. അപ്പോൾ ദൈവാലയ നാശത്തോടുള്ള ബന്ധത്തിലാണ് അതെപ്പോൾ സംഭവിക്കും എന്ന് ചോദിക്കുന്നത്. ഇവിടെ കർത്താവ് ഈ 4 ശിഷ്യന്മാരെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുമ്പോൾ ഈ ശിഷ്യന്മാർ പ്രതിനിധീകരിക്കുന്നത് യഹൂദ ശേഷിപ്പിനെയാണ്, ആത്മീക ഇസ്രായേലിനെയാണ്. അതൊരിക്കലും ദൈവസഭയെയല്ല. ഇത് നമ്മൾ അറിഞ്ഞിരിക്കുവാനായിട്ട് ആവശ്യമുണ്ട്. അതായത് പത്രോസ്, യാക്കോബ്, യോഹന്നാൻ, അന്ത്രയാസ് ഈ 4 പേരും പ്രതിനിധീകരിക്കുന്നത് പുതിയ നിയമസഭയെയല്ല, യഹൂദ ശേഷിപ്പിനെയാണ്. ഐ വിൽ ബിൽഡ് മൈ ചർച്ച്, ഞാൻ എൻ്റെ സഭയെ പണിയുമെന്ന് കർത്താവിന് മുമ്പ് പ്രവചിച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെ കർത്താവ് ഈ ശിഷ്യന്മാരോട് സംസാരിക്കുമ്പോൾ ശിഷ്യന്മാർക്ക് യഹൂദ ജാതിക്കുള്ളതായിരിക്കുന്ന ഒരു സന്ദേശമാണ് ഈ തുടർന്നുള്ള വാക്യങ്ങളിൽ കർത്താവ് പറയുന്നത്. അതിന് തെളിവായിട്ട് ഞാൻ ചില കാര്യങ്ങൾ പറയാം. കർത്താവിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്. അതിൻ്റെ 23:39 നമ്മൾ വായിച്ചു, കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹിക്കപ്പെട്ടവൻ എന്ന് നിങ്ങൾ പറയുവോളം നിങ്ങൾ ഇനി എന്നെ കാണുകയില്ല. അപ്പോൾ ആരാണ് പറയേണ്ടത്? കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹിക്കപ്പെട്ടവൻ എന്ന് നിങ്ങൾ പറയുവോളം. അപ്പോൾ യഹൂദന്മാരുടെ രാജാവായി തന്നെത്താൻ വെളിപ്പെടുത്തിക്കൊണ്ട് യെരുശലേമിലേക്ക് പ്രവേശിച്ചതായിരിക്കുന്ന മശിഹായെ യഹൂദൻ തള്ളിക്കളഞ്ഞു. അപ്പോൾ
നമ്മൾ മത്തായി 21:9 ഇങ്ങനെ വായിക്കുന്നുണ്ട്. കർത്താവ് ഇങ്ങനെ യെരൂശലേമിലേക്ക് പ്രവേശിക്കുമ്പോൾ മുന്നും പിന്നും നടന്ന പുരുഷാരം, ദാവീദ് പുത്രന് ഹോശന്ന, കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ, അത്യുന്നതങ്ങളിൽ ഹോശന്ന എന്ന് ആർത്തുകൊണ്ടിരുന്നു. അപ്പോൾ കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ എന്ന് അത്യുച്ചത്തിൽ ആർത്തു. ഹോശന്ന, ദാവീദിൻ പുത്രന് ഹോശന്ന എന്ന് പറഞ്ഞുകൊണ്ട്, കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹിക്കപ്പെട്ടവൻ വാഴ്ത്തപ്പെട്ടവൻ എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവിനെ അനുഗമിക്കുകയാണ്. എന്നാൽ പെട്ടെന്ന് രംഗം മാറുകയാണ്. പിന്നീട് എന്താ സംഭവിച്ചത്? ഇതേ പുരുഷാരം, കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ എന്ന അനുഗ്രഹിക്കപ്പെട്ടവൻ എന്ന് പറഞ്ഞ അതേ പുരുഷാരം അത് മാറ്റി പറയുകയാണ്. മത്തായി 27 വരുമ്പോൾ 27-20 നമ്മൾ വായിക്കുന്നു, എന്നാൽ ബറബാസിനെ ചോദിക്കുവാനും യേശുവിനെ നശിപ്പിക്കുവാനും മഹാപുരോഹിതന്മാരും മൂപ്പന്മാരും പുരുഷാരത്തെ സമ്മതിപ്പിച്ചു. അപ്പോൾ മുമ്പും പിമ്പും നടന്ന പുരുഷാരം 21:9 ദാവീദ് പുത്രന് ഹോശന്ന, കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹിക്കപ്പെട്ടവൻ വാഴ്ത്തപ്പെട്ടവൻ, അത്യുന്നതങ്ങളിൽ ഹോശന്ന എന്ന് ആർത്ത് വിളിച്ച ഇതേ പുരുഷാരത്തെ ബറബാസിനെ ചോദിക്കുവാനും യേശുവിനെ നശിപ്പിക്കുവാനും മഹാപുരോഹിതന്മാരും മൂപ്പന്മാരും പുരുഷാരത്തെ സമ്മതിപ്പിച്ചു. അവനെ ക്രൂശിക്കുക, ബറബാസിനെ ഞങ്ങൾക്ക് വിട്ടുതരിക. കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവനെന്ന് പറഞ്ഞ അതേ നാവ് കൊണ്ട് അവർ മാറ്റി പറയുകയാണ്. ഈ മത നേതൃത്വം, യേശുക്രിസ്തുവിനെ തള്ളിയതായിരിക്കുന്ന, മിശിഹായെ അംഗീകരിക്കാതിരുന്ന ഈ മത നേതൃത്വം ക്രിസ്തുവിനെ ക്രൂശിക്കുവാനും ബറബാസിനെ വിട്ടുതരാനും ആവശ്യപ്പെടാൻ ജനത്തെ സമ്മതിപ്പിക്കുകയാണ്. 25-ാമത്തെ വാക്യത്തിൽ 27-ാം അധ്യായം മത്തായി 27-25 നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്. ഈ പുരുഷാരം പറഞ്ഞൊരു കാര്യമുണ്ട്, അവൻ്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ മക്കളുടെ മേലും വരട്ടെ എന്ന് ജനമൊക്കെയും ഉത്തരം പറഞ്ഞു. അവരറിയാതെ ഒരു വലിയ ശാപം തങ്ങളുടെ മേലും തങ്ങളുടെ സന്തതി പരമ്പരകളുടെ മേലും ചരതിച്ചു വയ്ക്കുന്ന രംഗമാണ്. അവൻ്റെ രക്തം, കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവനെന്ന് ചില മണിക്കൂറുകൾക്ക് മുൻപ് പാടിയതായിരിക്കുന്ന അതേ നാവ് കൊണ്ട് അവനെക്കുറിച്ച് പറയുകയാണ്. അവൻ്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ സന്തതി പരമ്പര, ഞങ്ങളുടെ മക്കളുടെ മേലും വരട്ടെ എന്ന്. ഇതിനെക്കുറിച്ച് പിന്നീട് പത്രോസ് പെന്തക്കോസ്ത് നാളിലെ പ്രസംഗത്തിന് ശേഷം സുന്ദരം എന്ന ദൈവാലയ ഗോപുരത്തിങ്കൽ ഇരുന്ന മുടന്തനെ സൗഖ്യമാക്കിയ അനന്തരം പത്രോസ് പ്രസംഗിക്കുന്ന സമയത്ത് 3-ാം അധ്യായം 14-ാം വാക്യം, അപ്പോസ്തലപ്രവൃത്തി 3:14 പത്രോസ് പറഞ്ഞൊരു വാക്കുണ്ട്, പരിശുദ്ധനും നീതിമാനുമായവനെ നിങ്ങൾ തള്ളിപ്പറഞ്ഞു, കുലപാതകനായവനെ വിട്ടുതരണമെന്ന് ചോദിച്ചു, ജീവനായകനെ കൊന്നുകളഞ്ഞു. അപ്പം അങ്ങനെയെങ്കിൽ കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹിക്കപ്പെട്ടവൻ എന്ന് നിങ്ങൾ പറയുവോളം, അങ്ങനെ ആരാണ്? സഭയെ സംബന്ധിച്ച് യേശുവിനെ കർത്താവെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വായ കൊണ്ട് ഏറ്റുപറഞ്ഞ ഒരു കൂട്ടമാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചല്ല ഇവിടെ യഹൂദ ശേഷിപ്പിനോടാണ് സംസാരിക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു വലിയ തെളിവാണ്. ഇനി കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹിക്കപ്പെട്ടവനെന്ന് നിങ്ങൾ പറയുവോളം അത് യഹൂദ ജാതി അങ്ങനെ സമ്മതിക്കണം, യഹൂദ ജാതി അത് പറയണം, യഹൂദന്മാർ ഇസ്രായേൽ അത് സമ്മതിക്കും. യേശു ക്രിസ്തുവിൻ്റെ കർത്തൃത്വം അംഗീകരിച്ചവരാണ് സഭ. അപ്പോൾ അതുകൊണ്ട് ഇവിടെ കർത്താവ് അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്ന പുതിയ നിയമസഭയെയല്ല, അല്ലെങ്കിൽ സഭയോടുള്ള ബന്ധത്തിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളല്ല കർത്താവ് അവിടെ പറയുന്നത്. മത്തായി 24 അത് ഇസ്രായേൽ ജാതിയോടുള്ള ബന്ധത്തിൽ സംഭവിക്കുവാൻ പോകുന്നതായിരിക്കുന്ന വിഷയങ്ങളാണ്. അപ്പോൾ അത് ഒന്നാമത്തെ തെളിവാണ് ഈ കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹിക്കപ്പെട്ടവൻ നിങ്ങൾ പറയണമെന്ന് പറഞ്ഞത്. ഇനി മറ്റൊരു കാര്യം, ഇത് ഇസ്രായേൽ ജാതിയോടുള്ള ബന്ധത്തിലാണ്. ഈ മത്തായി 24 സംഭവങ്ങൾ ദൈവസഭയോടുള്ള ബന്ധത്തിലല്ല, അത് യഹൂദ പശ്ചാത്തലത്തിലാണ് നാം മനസ്സിലാക്കേണ്ടത് എന്നുള്ളതിന് രണ്ടാമത് ഒരു പൊതുവായ തെളിവ് അവിടെ നമ്മൾ വായിക്കുന്നത് മത്തായി 24:15 നമ്മൾ വായിക്കുന്നു, എന്നാൽ ദാനിയേൽ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തതുപോലെ ശൂന്യമാക്കുന്ന മ്ലേച്ഛത വിശുദ്ധ സ്ഥലത്തിൽ നിൽക്കുന്നത് നിങ്ങൾ കാണുമ്പോൾ വായിക്കുന്നവൻ ചിന്തിച്ചു കൊള്ളട്ടെ. ദാനിയേൽ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തതുപോലെ ശൂന്യമാക്കുന്ന മ്ലേച്ഛത വിശുദ്ധ സ്ഥലത്തിൽ നിൽക്കുന്നത് നിങ്ങൾ കാണുമ്പോൾ, ശൂന്യമാക്കുന്ന മ്ലേച്ഛത വിശുദ്ധ സ്ഥലത്തിൽ നിൽക്കുന്നത് നിങ്ങൾ കാണുമ്പോൾ. പുതിയ നിയമസഭയ്ക്ക് ഈ ഭൂമിയിൽ ഒരു വിശുദ്ധ സ്ഥലം ഇല്ല. പുതിയ നിയമസഭ ദൈവത്തിൻ്റെ വിശുദ്ധ മന്ദിരമാണ്, വിശുദ്ധ ആലയമാണ്, സഭയാണ് വിശുദ്ധ മന്ദിരം. എന്നാൽ യെരൂശലേം ദേവാലയത്തിൽ ഒരു വിശുദ്ധ സ്ഥലമുണ്ട്, യെരൂശലേം ദൈവാലയത്തിൽ ഒരു അതിവിശുദ്ധ സ്ഥലമുണ്ട്. അപ്പോൾ ശൂന്യമാക്കുന്ന മ്ലേച്ഛത വിശുദ്ധ സ്ഥലത്തിൽ നിൽക്കുന്നത് നിങ്ങൾ കാണുമ്പോൾ എന്ന് പറയുമ്പോൾ
അവിടെ ഉദ്ദേശിക്കുന്നത് പുതിയ നിയമസഭയെ അല്ല, യഹൂദ ശേഷിപ്പിനെ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. കാരണം ശൂന്യമാക്കുന്ന മ്ലേച്ഛത വിശുദ്ധ സ്ഥലത്ത് നിൽക്കുന്നത് നിങ്ങൾ കാണുമ്പോൾ അതൊരിക്കലും ദൈവസഭയെ ബാധിക്കുന്ന ഒരു വിഷയമല്ല. കർത്താവ് പറഞ്ഞത് ശൂന്യമാക്കുന്ന മ്ലേച്ഛത വിശുദ്ധ സ്ഥലത്ത് നിൽക്കുക ദാനിയേൽ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തു എന്നാണ്. ദാനിയേൽ പ്രവചനം 12-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദാനിയേൽ 12:11 നിരന്തര ഹോമയാഗം നിർത്തലാക്കുകയും ശൂന്യമാക്കുന്ന മ്ലേച്ഛ ബിംബത്തെ പ്രതിഷ്ഠിക്കുകയും ചെയ്യുന്ന കാലം മുതൽ. അപ്പോൾ ദാനിയേലാണ് ഈ ശൂന്യമാക്കുന്ന മ്ലേച്ഛത പ്രതിഷ്ഠിക്കപ്പെടുന്നതിനെക്കുറിച്ച് പറഞ്ഞു. അപ്പോൾ കർത്താവ് പറയുകയാണ് ദാനിയേൽ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്ത പോലെ അത് നിങ്ങളത് കാണുമ്പോൾ ഓർക്കുക, ഓടിപ്പോയിക്കൊള്ളുക. അപ്പോൾ ഈ വിഷയവും ഇപ്പോൾ ഈ രണ്ടാമത് കർത്താവിൻ്റെ ഇവിടുത്തെ വാക്കുകൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അതൊരിക്കലും പുതിയ നിയമസഭയെ അഭിസംബോധന ചെയ്തല്ല, യഹൂദ ശേഷിപ്പിനോടാണ് കർത്താവ് സംസാരിക്കുന്നത്. ഇനി മൂന്നാമത് ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. 24-ാം അധ്യായത്തിൻ്റെ 20-ാമത്തെ വാക്യം മത്തായി 24:20 നമ്മൾ വായിക്കുന്നു, എന്നാൽ നിങ്ങളുടെ ഓടിപ്പോക്ക് ശീതകാലത്തിലോ ശബത്തിലോ സംഭവിക്കാതിരിക്കാൻ പ്രാർത്ഥിക്കുക. അപ്പോൾ മഹാപീഡനത്തെക്കുറിച്ച് വിശദീകരിച്ച് വരുമ്പോഴാണ് കർത്താവ് ഇതൊക്കെ പറയുന്നത്. നിങ്ങളുടെ ഓടിപ്പോക്ക് ശീതകാലത്തിലോ ശബത്തിലോ സംഭവിക്കാതിരിക്കാൻ പ്രാർത്ഥിക്കുന്നു. ഓടിപ്പോക്കിന് ശീതകാലവും ശബ്ബത്തും ഒരു പ്രശ്നമായി വരുന്നത് യഹൂദനാണ്, ദൈവസഭയ്ക്കല്ല. അപ്പോസ്തലപ്രവൃത്തി 1:12 നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, അവർ യെരുശലേമിന് സമീപത്ത് ഒരു ശബത്ത് ദിവസത്തെ വഴിദൂരമുള്ള ഒലിവ് മല വിട്ട് യെരുശലേമിലേക്ക് മടങ്ങിപ്പോകുന്നു. ഒരു ശബത്തിൽ ഒരു യഹൂദന് സഞ്ചരിക്കാവുന്ന മാക്സിമം ദൂരം എന്ന് പറയുന്നത് 1.2 കിലോമീറ്ററാണ്, 1.2 കിലോമീറ്റർ. അപ്പോൾ നിങ്ങളുടെ ഓടിപ്പോക്ക് ശബത്തിലാകാനായിട്ട് പാടില്ല, അങ്ങനെ പ്രാർത്ഥിക്കണം, ശബത്തിൽ സംഭവിക്കരുത് എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ, അപ്പോൾ ഒലിവ് മലയിൽ നിന്ന് ഈ ശരിക്കും ഒരു നമ്മൾ അപ്പോസ്തലപ്രവൃത്തി 1-ാം അധ്യായം 12-ാം വാക്യത്തിൽ വായിച്ചത് അവൻ യെരുശലേമിന് സമീപത്ത് ഒരു ശബത്ത് ദിവസത്തെ വഴി ദൂരമുള്ള ഒലിവ് മല വിട്ട് യെരുശലേമിലേക്ക് മടങ്ങിപ്പോന്നു. അപ്പോൾ ഒലിവ് മലയിൽ നിന്ന് യെരുശലേമിലേക്കുള്ള ദൂരം ഒരു ശബത്ത് ദിവസത്തെ വഴി ദൂരമാണ്, 1.2 കിലോമീറ്റർ. അപ്പോൾ ശബത്ത് നാളിൽ ഒരു യഹൂദന് സഞ്ചരിക്കാവുന്ന മാക്സിമം ദൂരം അതാണ്. അപ്പോൾ നിങ്ങളുടെ ഓടിപ്പോക്ക് ശീതകാലത്തിലോ ശബത്തിലോ സംഭവിക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ, പ്രാർത്ഥിപ്പിൻ എന്ന് കർത്താവ് പറയുമ്പോൾ അങ്ങനെ ഒരു പ്രാർത്ഥന സഭ പ്രാർത്ഥിക്കേണ്ടതായിരിക്കുന്ന ആവശ്യമില്ല. സഭയ്ക്കൊരു ശീതകാലമോ ശബത്തോ ഈ ഭൂമിയിലുള്ളതായിട്ട് പ്രാദേശികമായിട്ട് നമ്മൾ ചിന്തിച്ചാൽ അത് ഇല്ല എന്നുള്ളതും വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ അവിടെയും ഈ വിഷയങ്ങളൊന്നും ദൈവസഭയ്ക്ക് ബാധകമായ നിലയിലുള്ള യഹൂദ പശ്ചാത്തലത്തിലാണ് ഈ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ ഇനി നമുക്ക് ആ ചോദ്യങ്ങളിലേക്ക് വരാം. ശിഷ്യന്മാരുടെ ചോദ്യങ്ങൾ, അത് എപ്പോൾ സംഭവിക്കും, നിൻ്റെ വരവിനും ലോകാവസാനത്തിനും അടയാളമെന്ത്. ഇനി ആ ചോദ്യങ്ങളുടെ വിശദാംശങ്ങളാണ് നമ്മൾ പരിശോധിക്കേണ്ടത്, അതിൻ്റെ ഉത്തരങ്ങളാണ് ലഭിക്കേണ്ടത്. അവിടെയാണ് മഹാപീഡനത്തെക്കുറിച്ച് കൂടുതൽ വിശദീകരണങ്ങൾ കർത്താവിൻ്റേതായിട്ട് നമ്മൾ കാണുന്നത്. അത് സംബന്ധിച്ച് വരും ദിവസങ്ങളിൽ നമുക്ക് പഠിക്കാനായിട്ട് ശ്രമിക്കാം. സ്വർഗ്ഗത്തിലെ ദൈവം നമ്മെ ധാരാളമായിട്ട് സഹായിക്കട്ടെ. ദൈവനാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടട്ടെ. കൃത്യമായ സന്ദേശങ്ങളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ നിങ്ങൾ ഈ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക. മറക്കാതെ കാണുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.